വെൽക്കം ടു പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ ക്ലാസ് റൂം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ചാപ്റ്റർ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ആസൂത്രണ വികസനത്തിൻ്റെ രാഷ്ട്രീയം. +2 പൊളിറ്റിക്കൽ സയൻസിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട 3 പ്രധാന വെല്ലുവിളികളാണ് ആദ്യ ചാപ്റ്ററിൽ നാം തുടങ്ങി വെച്ചത്. യുണൈറ്റ് ദ നേഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി, വെൽബീയിങ് ഓഫ് എൻ്റയർ സൊസൈറ്റി. കഴിഞ്ഞ 2 പാഠഭാഗങ്ങളിലായി യുണൈറ്റ് ദ നേഷൻ, ഏകീകൃത രാഷ്ട്ര നിർമ്മാണം എങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൗ ടു എസ്റ്റാബ്ലിഷ് ഇന്ത്യ ബിക്കം എ ഡെമോക്രാറ്റിക് കൺട്രി, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുന്നതിലുള്ള പ്രോസസ്സ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നും നാം തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നാം കണ്ടു. ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത് വെൽ ബീയിങ് ഓഫ് എൻ്റയർ സൊസൈറ്റി. സമൂഹത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ സംവിധാനങ്ങൾ ചെയ്ത പ്രോസസ്സിനെ കുറിച്ചാണ്. നോക്കൂ, എപ്പിഡമിക് കാലഘട്ടത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് ചില പാക്കേജുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തൊക്കെയായിരുന്നു ആ പാക്കേജ്? സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നത്? ദീർഘകാലം ഭരണം നടത്തിയ ബ്രിട്ടീഷുകാർ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ താറുമാറാക്കിയിരുന്നു. രാജ്യത്തെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നിരക്ഷരത തുടങ്ങിയ അതിരൂക്ഷമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള വികസന മാതൃകകളെല്ലാം നമ്മുടെ ദേശീയ നേതാക്കന്മാർ ചർച്ച ചെയ്യുകയുണ്ടായി. വികസന മാതൃകകളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ടായിരുന്നു, ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളുണ്ടായിരുന്നു. ലോകത്ത് 1950കളിൽ വളരെ പ്രബലമായ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ലോകത്ത് നടപ്പിലായിക്കൊണ്ടിരുന്നപ്പോൾ ക്യാപിറ്റലിസ്റ്റ് വേ ഓഫ് ആക്ഷൻസ് US-ൻ്റെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരുന്നു. ഇന്ത്യക്ക് അതിൽ ഏതാണ് അഭികാമ്യം എന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ നെഹ്റുവിനെ പോലെ സോഷ്യലിസ്റ്റ് ആശയം മുന്നോട്ട് വയ്ക്കുന്നവർ, കമ്മ്യൂണിസ്റ്റ് ആശയക്കാർ എല്ലാവരും ഒരു സോഷ്യലിസ്റ്റ് ഇക്കണോമിക് പോളിസിയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് പറയുകയുണ്ടായി. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് വേ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നവരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഒരു മിക്സ്ഡ് ഇക്കണോമിയാണ് ആശയപരമായി കൊണ്ടുവരുന്നത്. എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിലെ സാമ്പത്തിക വികസന പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം. പാഠഭാഗത്തിൽ ആദ്യം ചർച്ച ചെയ്യുന്ന ടോപ്പിക് ഐഡിയാസ് ഓഫ് ഡെവലപ്പ്, അതായത് വികസനത്തിൻ്റെ ആശയങ്ങൾ. നാം ചർച്ച ചെയ്തതുപോലെ ലോകത്ത് പ്രധാനമായ 2 വികസന ആശയങ്ങളുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് ആശയങ്ങളും ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളും. These 2 principles India discussed in detail and accepted in the mixed economy. ഇന്ത്യയിലൊരു മിക്സഡ് ഇക്കണോമിയെ നാം അക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലാനിംഗ് വളരെ അത്യാവശ്യമായി വരികയാണ്. പ്ലാനിംഗ് കമ്മീഷൻ. വാട്ട് ഈസ് പ്ലാനിംഗ്? പ്ലാനിംഗ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ടു അച്ചീവ് ഡിസൈർഡ് ഗോൾ. പ്രത്യേക ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും അത് അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡിനെയാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യൻ വികസന മാതൃകയിൽ ഒരു പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? പ്ലാനിംഗ് പ്രവർത്തനങ്ങൾ നടപ്പിലാവുന്നുണ്ടോ? പ്ലാനിംഗ് കമ്മീഷൻ്റെ പേര് മാറിയിട്ടുണ്ടല്ലേ? എന്താണ് ഇപ്പോഴത്തെ പേര്? നീതി ആയോഗ്. എന്നാൽ 1950 മാർച്ചിൽ രൂപീകൃതമായ പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് എന്ന് നമുക്ക് നോക്കാം. ലോകത്ത് 1930കളിൽ സാമ്പത്തിക തകർച്ചയുണ്ടായിരുന്നു. പ്ലാനിങ്ങിൻ്റെ അഭാവമാണ് ഇത്തരം വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായതെന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുകയുണ്ടായി. എന്നാൽ സോവിയറ്റ് യൂണിയനിൽ പക്വമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായി വൻതോതിലുള്ള വികസനം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് 1940കളിൽ തന്നെ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ചേർന്നുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയുണ്ടായി. അതിനറിയപ്പെടുന്നത് ബോംബെ പ്ലാൻ എന്നാണ്. അങ്ങനെയുള്ള നമ്മുടെ വികസന മാതൃകകളിൽ നിന്നുകൊണ്ട്
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു പഞ്ചവത്സര പദ്ധതി പ്ലാനിംഗ് കമ്മീഷനിലൂടെ നടപ്പിലാക്കുകയാണ്. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും നിരക്ഷരത ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഈ വികസന പദ്ധതി പഞ്ചവത്സര പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ആരായിരുന്നു? ആ ഒരു ഉത്തരവാദിത്തമായിരുന്നു നാം പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരികയാണ്. പ്രധാനമന്ത്രി ചെയർമാനായ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സ്വഭാവമുള്ളതാണ്. രാഷ്ട്രത്തിനാവശ്യമായ ദൈനംദിന പ്ലാനിംഗ് നടത്തുകയും അതിന് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വത്തിലാണ് പ്ലാനിംഗ് കമ്മീഷൻ നിരന്തരം പ്രവർത്തിച്ചു പോകുന്നത്. 2016 ആകുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ പേര് മാറി നീതി ആയോഗായി മാറുകയും പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് 5-year പ്ലാൻ 1951 to 1956. 1951 മുതൽ 56 വരെ നടന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ചത്. ഇതിന് നേതൃത്വം നൽകിയത് KN രാജ് എന്നറിയപ്പെടുന്ന യങ് ഇക്കണോമിസ്റ്റ് ആയിരുന്നു. 1951 മുതൽ 1956 വരെ ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ആദ്യ 2 ദശാബ്ദങ്ങളിൽ വികസന രംഗത്ത് ഇന്ത്യ സാവധാനം മുന്നേറുമെന്നും ത്വരിതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും കണക്കാക്കപ്പെട്ടു. ഡാമുകൾ, ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രയാസകരമായ ഘട്ടമായി കണ്ടത് കൃഷിഭൂമിയുടെ വിതരണമായിരുന്നു. ജന്മിമാരിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥ, ഇതിന് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി ഭൂപരിഷ്കരണം മുന്നോട്ട് വയ്ക്കുന്നതാണ് നമുക്ക് പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നോക്കൂ, ഹിരാക്കോട്, നെക്രാങ്ങണങ്ങൾ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ അണക്കെട്ടുകൾ ഈ കാലയളവിലാണ് ഉണ്ടായത് എന്നതും, ഇലക്ട്രിക്കൽ മേഖലയിൽ കാർഷിക മേഖലയെ സപ്പോർട്ട് ചെയ്യുന്നതിനായി വലിയ വലിയ പദ്ധതികൾ രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ത്വരിതഗതിയിലുള്ള വികസനം. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളിൽ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയുള്ള കാലയളവിൽ ഒരു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ത്വരിതഗതിയിലുള്ളൊരു വികസനമാണ് ആവശ്യമെന്നാണ് കാണുന്നത്. കാരണം ആദ്യ പഞ്ചവത്സര പദ്ധതിയിലൂടെ ലഭിച്ച നമ്മുടെ വികസനത്തിന് റേറ്റിംഗ് കുറവായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ത്വരിതഗതിയിലുള്ളൊരു വികസനം മുന്നോട്ട് വെക്കുകയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രണം. ഇതിന് നേതൃത്വം നൽകിയതും ഇതിലെ പ്രധാന പ്രവർത്തനങ്ങളും നോക്കാം. രണ്ടാം പദ്ധതി തയ്യാറാക്കിയത് PC മെഹലനോബിസിൻ്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരാണ്. സാധ്യമായ എല്ലാ ദിശകളിലും ത്വരിതഗതിയിൽ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവരുന്നതിന് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. രാജ്യത്തിൻ്റെ വ്യാവസായിക വികസനത്തിന് പ്രാധാന്യം നൽകി. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം ലഭിച്ചു. വൈദ്യുതി, റെയിൽവേ, ഉരുക്ക്, വ്യവസായം, വാർത്താവിനിമയം എന്നീ മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകി. അതുപോലെ തന്നെ സ്വകാര്യ വ്യവസായത്തിനും ഇത് വലിയ ഉത്തേജകം തന്നെയായിരുന്നു. സാമ്പത്തിക സമ്പുഷ്ടീകരണത്തിൻ്റെ ഭാഗമായി സ്വകാര്യ മേഖലയ്ക്കും അതുപോലെ പൊതുമേഖലയ്ക്കും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇത് വ്യാവസായിക വളർച്ചയ്ക്ക് വളരെയധികം ത്വരിതഗതിയിലുള്ള വികസനം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നു. പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ പിന്നോക്കമായിരുന്നതിനാൽ ആഗോള വിപണിയിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് സാങ്കേതിക വിദ്യ വാങ്ങേണ്ടതായി വന്നു. ഇത് വിലപ്പെട്ട വിദേശ വിനിമയം നഷ്ടപ്പെടുന്നതായി കാണുന്നു. കൃഷിയേക്കാൾ കൂടുതൽ നിക്ഷേപം വ്യാവസായിക മേഖലയ്ക്ക് അനുവദിച്ചതിൻ്റെ ഫലമായി ഭക്ഷ്യപ്രതിസന്ധിക്കുള്ള സാധ്യത കൂടുതലായിരുന്നു. കൃഷിക്കും വ്യവസായത്തിനും തുല്യ പരിഗണന നൽകുക ആസൂത്രകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷമകരമായ ഘട്ടം തന്നെയായിരുന്നു. തുടർന്ന് നടപ്പിലാക്കിയ ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങളിൽ വ്യവസായത്തെയും
അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന കോൺട്രവേഴ്സീസ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. പാഠഭാഗം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന ഏരിയയാണ് കീ കോൺട്രവേഴ്സീസ്, അടിസ്ഥാന വിവാദങ്ങൾ. There are lot of issues arised against to development of the 5-year plans. പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ സജീവമായ കാലഘട്ടമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി. പ്രധാനമായും അഗ്രികൾച്ചറൽ വേഴ്സസ് ഇൻഡസ്ട്രി, വ്യവസായമാണോ കൃഷിയാണോ പ്രാധാന്യം നൽകേണ്ടത് സംബന്ധിച്ച വിവാദങ്ങളും, പബ്ലിക് ഇൻഡസ്ട്രീസ് വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ, പൊതുമേഖലക്കാണോ പ്രാധാന്യം നൽകേണ്ടത് സ്വകാര്യ മേഖലക്കാണോ എന്നതിനെ സംബന്ധിച്ച വിവാദങ്ങളും വളരെ സജീവമായ കാലഘട്ടമായിരുന്നു. ആദ്യമായി നമുക്ക് അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രി, കൃഷി വ്യവസായത്തിനെതിരെ എന്ന് പറയുന്ന ഏരിയ ചർച്ച ചെയ്യാം. രാജ്യത്തെ വികസനത്തിനാവശ്യമായ കൃഷിയിടങ്ങൾ ഏത് രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത്, അതിലൂടെ വലിയ വികസനം സാധ്യമാണോ എന്നുള്ള ഒരുപാട് ചർച്ചകളാണ് ഇവിടെ വരുന്നത്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ വികസനം കാർഷിക മേഖലയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ പോലത്തെ ദരിദ്ര രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകണമെങ്കിൽ ഒരു ത്വരിതഗതിയിലുള്ള വ്യവസായ വിപ്ലവം ആവശ്യമാണെന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു. പ്രധാനമായ വിവാദങ്ങൾ ഗാന്ധിയൻ സാമ്പത്തിക വിദഗ്ധനായ KC കുമരപ്പയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ഒരു ബദൽ നയം തന്നെ ഉണ്ടായിരുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബദൽ നയം. കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച ചൗധരി ചരൺ സിംഗ് കൃഷിക്ക് മുൻതൂക്കം നൽകണമെന്ന് വാദിക്കുകയും കർഷകരുടെ മറവിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കിടയിൽ വ്യവസായവൽക്കരണ പ്രവർത്തനങ്ങൾ സജീവമായപ്പോൾ കാർഷിക മേഖലയെ തഴഞ്ഞിട്ടില്ല എന്നും വ്യവസായവൽക്കരണം കാർഷിക മേഖലയെ കൂടുതൽ ഉണർവ് നൽകുമെന്നും വ്യവസായ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുന്നവർ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ ജലസേചനം, ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വ്യവസായവൽക്കരണത്തിലൂടെ നടക്കുന്നത് എന്ന് വാദിക്കുകയായിരുന്നു അവർ പ്രധാനമായും ചെയ്തിരുന്നത്. മറ്റൊരു വിവാദമായിരുന്നു പബ്ലിക് ഇൻഡസ്ട്രി വേഴ്സസ് പ്രൈവറ്റ് ഇൻഡസ്ട്രി, പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യ മേഖല സംബന്ധിച്ച വിവാദങ്ങൾ വരും എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഇന്ന് നാം ചർച്ച ചെയ്ത ഐഡിയാസ് ഓഫ് ഡെവലപ്മെൻറ്റും പഞ്ചവത്സര പദ്ധതികളും തുടർന്നുള്ള വിവാദങ്ങളുമെല്ലാം കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലുള്ള ക്വിസ് കോമ്പറ്റീഷനും ഗൂഗിൾ ഫോം എക്സാമും നിങ്ങൾ സ്വയം വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ചോദ്യോത്തരങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. തുടർന്നുള്ള പ്രധാന പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി കരിയർ മാപ്പിംഗ് TV സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.